അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹബിഹി അൽഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഉളുഹിയ്യത്തുമായി അല്ലെങ്കിൽ ബലിയുമായി ബന്ധപ്പെട്ട് മുസ്തഫ ഉന്നയിക്കുന്ന ഒരു പ്രശ്നം കാരുണ്യത്തിൻ്റേതാണ്. അദ്ദേഹത്തിൻ്റെ ചില അനുയായികളും അതെടുത്ത് പറയുന്നുണ്ട്. കാരുണ്യം, അതുപോലെ ഗോത്ര ആചാരം എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഈ രണ്ട് സംഗതി, ഒന്ന് കാരുണ്യം എന്നുള്ള സംഗതിയും രണ്ടാമത്തേത് ഗോത്ര ആചാരം എന്നുള്ള സംഗതിയും, ഇവർക്ക് എവിടെ നിന്നാണാവോ ഇതൊരു കേവല ഗോത്ര ആചാരമായിട്ട് പരിമിതപ്പെടുത്താൻ ഉള്ള തെളിവ് കിട്ടിയിട്ടുള്ളത്? ഗോത്രാചാരം എന്നിവർ പറയുമ്പോൾ മക്കയിലെ ഖുറൈശി ഗോത്രം ആചരിച്ചു പോന്നിരുന്ന ഒരു ആചാരം എന്നുള്ളതാണല്ലോ അവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവർ ചരിത്രം വല്ലതും വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ചരിത്രം വായിച്ചിട്ടുണ്ടെങ്കിൽ ലോക മനുഷ്യ ജീവിതത്തിൽ, അത് ഈ കാലത്ത് മാത്രമല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്ന കാലത്ത് മാത്രമല്ല, അതിൻ്റെ മുമ്പ് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പേ മനുഷ്യ സമൂഹത്തിൽ മൊത്തത്തിൽ ലോകത്തിൻ്റെ ഏത് ഭാഗത്തേക്ക് നമ്മൾ സഞ്ചരിച്ചാലും അവിടെയുള്ള ചരിത്രങ്ങൾ പഠിച്ചാലും നമ്മൾക്ക് കാണാൻ കഴിയുന്നൊരു സംഗതിയാണ് ബലി എന്ന് പറയുന്ന ഒരു കാര്യം. അത് ലോകത്തെല്ലായിടത്തും സർവ്വസാധാരണമായി നിലനിന്നിരുന്നതാണെന്നുള്ളത്. ഇപ്പോൾ ജൈന ബുദ്ധ മതങ്ങൾ നമ്മൾ വായിക്കണ അനുസരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ആളുകൾ പറയുന്ന അനുസരിച്ച് ഇവർക്ക് ഈ ബലിയെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടെന്താ? അവർ ജീവികളെ കൊല്ലാൻ പാടില്ല, ഹിംസ പാടില്ല എന്നുള്ളത് അവരുടെ വളരെ പ്രഖ്യാപിതമായിട്ടുള്ളൊരു നയമാണ്. അപ്പോൾ ഒന്നിനെയും കൊല്ലാൻ പാടില്ല. അത് ഒന്നിനെയും കൊല്ലാൻ പാടില്ല എന്നുള്ളത് കേവലം ബലി എന്നുള്ളവർക്ക് മാത്രമല്ല, മറ്റ് രീതിയിലായിരുന്നാലും കൊല്ലാൻ പാടില്ല. ഒരു ജീവിയെയും ഉപദ്രവിക്കാനോ കൊല്ലാനോ പാടില്ല. അപ്പോൾ കാരുണ്യത്തിൻ്റെ മൂർത്തമായിട്ടുള്ള ഏറ്റവും വലിയ രൂപത്തിൽ നമ്മൾക്ക് കാണാൻ കഴിയുന്നത് ഇവിടുത്തെ ബുദ്ധ ജൈന മതക്കാരെയാണ്. ഹിന്ദുമതത്തിന് ഇങ്ങനെയുള്ള ഒരു അഹിംസ, ഗാന്ധിജിയൊക്കെ അഹിംസയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഹിന്ദുമതത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ളൊരു അഹിംസാ സിദ്ധാന്തത്തെ അല്ലെങ്കിൽ സമീപനത്തെ സംബന്ധിച്ച് പറയാൻ കഴിയുമോ? കാരണം വേദങ്ങളിലും മറ്റുമൊക്കെ തന്നെ ബലിയെ സംബന്ധിച്ചുള്ള ഒരുപാട് പരാമർശങ്ങൾ നമ്മൾക്ക് കാണാൻ കഴിയും. നമ്മളുടെ നാട്ടിലൊക്കെ തന്നെ അമ്പലങ്ങളിൽ പണ്ട് കാലത്തൊക്കെ കോയിനെ വെട്ടുക, ആടിനെ വെട്ടുക പോലുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മളൊക്കെ തന്നെ കണ്ടും അനുഭവിച്ചും പോന്നിട്ടുള്ളതാണ്. ഇപ്പോൾ പിന്നെ ഈ സംഘപരിവാറിൻ്റെ ഈ കാടൽക്കലിൻ്റെ പേരിൽ ഹിന്ദുക്കൾ കുറേ അതിന് പിന്മാറിയിട്ടുള്ളത് മാറ്റി നിർത്തിയാൽ യഥാർത്ഥത്തിൽ അവർ ഈ ബലിയൊക്കെ പണ്ടേ നടന്നു പോന്നിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഹിന്ദുമതത്തിന് പോലും അത് അവകാശപ്പെടാൻ പറ്റാത്തൊരു സംഗതിയാണ്. മറ്റൊന്ന് ബൈബിള്, അതിനെ പഴയ നിയമം എടുത്ത് വായിച്ചാൽ യഹൂദരെ സംബന്ധിച്ചിടത്തോളം ബലി എന്ന് പറയുന്നത് അവരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ദൈവത്തെ പ്രീതിപ്പെടുത്താനുള്ള ഒരു മാർഗമായിട്ടാണ് ബൈബിൾ പറയുന്നത്. അവിടെ പശുക്കുട്ടി പോലുള്ള മൃഗങ്ങളെ ആൾത്താരൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് അറുക്കുകയും അതിൻ്റെ രക്തം ഈ ആൾത്താരയിൽ പുരട്ടുകയും ഒക്കെ ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ള ഒരുപാട് പരാമർശങ്ങളുണ്ട്. ജൂത പുരോഹിതന്മാരാണ് അതിന് കാർമ്മികത്വം വഹിക്കേണ്ടത്. ആ കാർമ്മികത്വം വഹിക്കേണ്ട ആളുകളുടെ സ്വഭാവം എന്തായിരിക്കണമെന്ന് വരെ, അതുപോലെ ഈ ബലിമൃഗത്തിൻ്റെ മാംസത്തിൽ നിന്ന് ഇവർക്ക് എന്താണ് കിട്ടേണ്ടതെന്ന് വരെ ബൈബിൾ പരാമർശിക്കുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടായിരിക്കെയാണ് ഈ ബലിയെ സംബന്ധിച്ച് ഗോത്രാചാരം എന്ന് പറഞ്ഞ് ഇവർ ചുരുക്കി കെട്ടുന്നത്. അപ്പോൾ ഒന്ന് ചരിത്രബോധമില്ലായ്മ, അല്ലെങ്കിൽ ചരിത്ര വസ്തുതകളെ മറച്ചു വെച്ചുകൊണ്ട് ആളുകളെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു ശ്രമം മാത്രമാണ് ഇത്തരക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ ഈ കാരുണ്യം എന്ന് പറയുന്നത് അതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത്? അതും വേണം നമ്മൾ പരിശോധിക്കാം. ഒരു മൃഗത്തെ അതിൻ്റെ മാംസം തിന്നാൻ വേണ്ടി അറുക്കാം എന്ന് ഇവർ സമ്മതിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പോൾ ഒരു മൃഗത്തെ ബലി നൽകുക, അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ബലി നൽകാനുള്ളത് കാരുണ്യത്തിന് വിരുദ്ധവും, അതിൻ്റെ മാംസം തിന്നാൻ വേണ്ടിയായിട്ട് അതിനെ അറുക്കുക എന്നുള്ളത് കാരുണ്യവുമാവോ? അതും ചിന്തിക്കേണ്ടതാണ്.
ഇനി കാരുണ്യം എന്ന് പറയുമ്പോൾ അത് ഏതെങ്കിലും ഒരു ആട്, പശു പോലുള്ള മൃഗങ്ങളുടെ കാര്യത്തിൽ മതിയോ? ഇവർ ഈ ജീവികളെ ഒന്നിനെയും കൊല്ലാറില്ല. ഇപ്പോൾ കൊതുക് കടിച്ചാൽ ഇവരെന്താ ചെയ്യുക? അതിനെ ആട്ടിപ്പായിക്കുക, അതിനെ കൊല്ലാതെ വിടലാണോ? കൊതുകിനോട് കാരുണ്യം വേണ്ടില്ല. കൊതുകിൻ്റെ ഭക്ഷണമാണ് അത് തന്നെ. അതിലെ പെൺകൊതുകിൻ്റെ ഭക്ഷണമാണ് നമ്മളെ ചോര എന്ന് പറഞ്ഞത്, അത്രയേ ഉള്ളൂ. ആൺകൊതുക്കൾ നമ്മളെ ചോര കുടിക്കാൻ വരുന്നില്ല എന്നാവ, പൂക്കളിൽ നിന്ന് തേൻ കുടിക്കുകയാണ് ചെയ്യാമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിനോട് കാരുണ്യം വേണ്ടില്ലേ? യഥാർത്ഥത്തിൽ ഈ ഭൂമിയിലുള്ള വസ്തുക്കളെ സംബന്ധിച്ചുള്ള ഖുർആനിൻ്റെ കാഴ്ചപ്പാട് എന്താണ്, മനുഷ്യനെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ്, ഇത് മനസ്സിലാക്കുമ്പോഴാണ് ഇതിലെ കാരുണ്യം എത്രത്തോളമാണെന്നും കാരുണ്യം ഏതർത്ഥത്തിലാണ് പ്രയോഗവൽക്കരിക്കേണ്ടതെന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഖുർആൻ പറയണത് ഖലഖലക്കും മാഫിൽ അർളി ജമിയാന്ന, ഭൂമിയിലുള്ളതൊക്കെ നിങ്ങളുടെ പ്രയോജനത്തിന് വേണ്ടിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇസ്ലാമിക പണ്ഡിതന്മാർ ഏതൊരു സംഗതിയുടെയും, അതായത് ഭക്ഷണം പോലുള്ള സംഗതികളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നിയമവശം പറയുമ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനം എല്ലാം അനുവദനീയമാവുക എന്നതാണ് എന്ന് പറയുന്നത്. പിന്നെ അത് നിഷിദ്ധമാണ് എന്ന് പറയണമെങ്കിൽ അതിന് തെളിവ് വേണം എന്നവർ പറയുന്നതിൻ്റെ കാരണത. അപ്പോൾ ഇവിടെ കാരുണ്യം എന്ന് പറയുമ്പോൾ ഓരോന്നിനോടും പ്രകടിപ്പിക്കേണ്ട കാരുണ്യം ഓരോ രീതിയിലായി മാറും. മനുഷ്യനോടുള്ള കാരുണ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹു അവർക്ക് മൃഗത്തിൻ്റെ, പക്ഷികളുടെ ഒക്കെ മാംസം അനുവദിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ കടലിലുള്ള മീനിനെ പിടിക്കുന്നുണ്ട്. ഈ മീനിനെ പിടിച്ചാൽ കരയ്ക്ക് കയറ്റിയിട്ടുണ്ടെങ്കിൽ ആ മീൻ പിടഞ്ഞ് കളിക്കണത് നമ്മൾ കാണുന്നതാണ്. കാരണം എന്താണ്? അവർക്ക് ജീവിക്കണമെങ്കിൽ വെള്ളത്തിലേ ജീവിക്കാൻ കഴിയുള്ളൂ, കരയിൽ അവർക്ക് ജീവിക്കാൻ കഴിയില്ല. അപ്പോൾ ഈ പിടഞ്ഞ് കളിക്കുന്ന ഈ മീനിനോടുള്ള കാരുണ്യത്തിൻ്റെ പേരിൽ എന്തുകൊണ്ടാണ് ഇവർ ഈ മീൻ പിടിക്കാൻ പോണ ആളുകളെ വിമർശിക്കാത്തത്? ഇവിടെ മൃഗങ്ങളെ ബലി നൽകുന്നതിനേക്കാൾ നിത്യേന കോടിക്കണക്കിന് മത്സ്യങ്ങളെയാണ് മനുഷ്യൻ പിടിച്ചായിട്ട് വിൽക്കുകയും തിന്നുകയും മറ്റുമൊക്കെ ചെയ്യണത്. അപ്പോൾ ഇത് ക്രൂരതല്ലേ? അപ്പോൾ ക്രൂരത അതുപോലെ കാരുണ്യം ഇതിനെ നിർവചിക്കുന്ന ആ രേഖ ഏതാണ്? അതിങ്ങനെയുള്ള ആളുകളാണ് വ്യക്തമാക്കേണ്ടത്. ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ ഖുർആനിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് മനുഷ്യന് വേണ്ടി പിന്നെ അള്ളാഹു ഒരുക്കിയിട്ടുള്ള വിഭവങ്ങൾ അതിന് ചില വ്യവസ്ഥ നിയമമൊക്കെ ഉണ്ട്. അത് പാലിച്ചുകൊണ്ടായിരിക്കണം അതവർ കൈകാര്യം ചെയ്യുന്നത്. അതിൽ ധാരാളിത്തം പാടില്ല, അനാവശ്യമായിട്ട് സംഗതികൾ ചെയ്യാൻ പാടില്ല എന്നേ ഖുർആൻ പറഞ്ഞുള്ളൂ. കുലു വഷ്റബു വലാ തുസ്രിഫു, നിങ്ങൾ ഇസ്രാഫ് കാണിക്കാൻ പാടില്ല എന്നുള്ള. അതല്ലാത്ത രീതിയിൽ നിങ്ങൾക്കിത് കൈകാര്യം ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു ഭാഗം ലോകത്ത് മനുഷ്യാരംഭം മുതൽക്കേ നിലനിന്ന് പോന്നിട്ടുള്ള ഒരു സംഗതിയാണ് ബലി എന്ന് പറയുന്ന കാര്യം. അത് കേവലം ഒരു ഖുറൈശികളുടെ ഗോത്രാചാരമായി ചുരുക്കിക്കെട്ടുക എന്ന് പറഞ്ഞാൽ ചരിത്രത്തെ തമസ്കരിക്കലും വസ്തുതയെ കൊഞ്ഞനം കുത്തലുമാണ് എന്നേ അതിനെപ്പറ്റി പറയാൻ പറ്റുള്ളൂ. മാത്രമല്ല ഇവരുടെ ഈ കാരുണ്യത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട് പോലും വികലമാണ്. അങ്ങനെ കാരുണ്യത്തെ സംബന്ധിച്ച് അവർക്ക് വല്ലാത്ത പിന്നെ ഉൾവിളി ഉണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് അവർ ഒരു ജീവിയെയും കൊല്ലാൻ പാടില്ല, ഒരു ജീവിയുടെയും മാംസം അവർ ഭക്ഷിക്കാനും പാടില്ല. അപ്പോൾ പിന്നെ പറയും അത് ഖുർആൻ അനുവദിച്ചിട്ടുള്ളതാണ് ജീവികളുടെ മാംസം നമുക്ക് തിന്നാന്നുള്ളത്. അത് കാരുണ്യ വിരുദ്ധമല്ല എന്നാണ് നമ്മുടെ ചോദ്യം. അങ്ങനെ കാരുണ്യ വിരുദ്ധമല്ല, അത് അള്ളാഹു അനുവദിച്ചിട്ടുള്ളതാണെങ്കിൽ ബലിയും അള്ളാഹു അനുവദിച്ചിട്ടുള്ളതാണ്. അത്രേ നമുക്ക് പറയാനുള്ളൂ. ഇവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം തൊട്ട് മാത്രമല്ല അതിൻ്റെ മുമ്പേ നടന്നു വരുന്നൊരു സംഗതി, അത് ഇസ്ലാം അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം അത് നടത്തുന്നത് എന്ന് പരിമിതപ്പെടുത്തുകയും ആ കാലം തൊട്ട് മുസ്ലിം സമൂഹം അതിൽ ഇവർ പറയുന്ന മുആവിയൻ്റെ ആളുകൾ മാത്രമല്ല എതിർപക്ഷത്തുള്ളവർ പോലും ചെയ്യുന്ന ഒരു സംഗതിയാണ് ഈ ബലി എന്ന് പറയുന്നത്. കേവലം മുആവിയൻ്റെതാണെങ്കിൽ പിന്നെ ഇവർ പറയണം മുആവിയ പക്ഷക്കാരല്ല ചെയ്യാൻ പാടുള്ളൂ, അല്ലാത്തവർ ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും അതിൻ്റെ ശേഷമുള്ള ആളുകളും ഒക്കെ ചെയ്തു പോകുന്നതും മുസ്ലിം സമൂഹം എല്ലാ കാലത്തും അംഗീകരിച്ചു പോന്നിട്ടുള്ളതുമായിട്ടുള്ള ഒരു കർമ്മമാണ്, ഒരു അനുഷ്ഠാനമാണ് ബലി എന്ന് പറയുന്നത്. അതിന് ഉദ്ഹിയ്യത്ത്, ഹദിയ്,
എന്നൊക്കെ പേര് പറയാം, നുസുക്ക് എന്ന് പറയാം, എന്നേ ഉള്ളൂ. അപ്പോൾ അതിനെ നിരാകരിക്കുകയും തള്ളിപ്പറയുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ഇവർ ചെയ്യണത് ഇസ്ലാമിൻ്റെ വളരെ അംഗീകൃതമായിട്ടുള്ള, ഒരു കാലത്തും മുസ്ലിം സമൂഹത്തിൽ ആരും തള്ളിപ്പറഞ്ഞിട്ടില്ലാത്ത ഒരു സംഗതിയെ ഇവർ തള്ളിപ്പറയുന്നു എന്നുള്ളതാണ്. ചില ഘട്ടങ്ങളിൽ ഈ ബലി എന്ന് പറയുന്നത് എല്ലാ കൊല്ലവും ചെയ്യേണ്ടതാണ്, അത് നിർബന്ധമാണ് എന്ന് പറയാൻ പറ്റുമോ അല്ല എന്നുള്ള നിലക്കൊക്കെ ചിലപ്പോഴൊക്കെ ആളുകളത് വേണ്ട, ചില കൊല്ലങ്ങളിൽ വേണ്ടാന്ന് വെക്കുകയും ചില കൊല്ലങ്ങളിൽ അത് ചെയ്യുകയും ഒക്കെ ചെയ്ത സംഭവങ്ങളൊക്കെ ഉണ്ട് എന്നല്ലാതെ ഒരിക്കലും തന്നെ മുസ്ലിം സമൂഹത്തിലെ ഒരു വിഭാഗവും ഈ വലിയ തള്ളിപ്പറയുകയോ അത് ഏതെങ്കിലും കേവലം ഒരു ഗോത്രാചാരമാണ് എന്ന് പറഞ്ഞ് തമസ്കരിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിനെ നിരാകരിക്കുന്ന ആളുകൾ അവരുടെ ഈ കാരുണ്യത്തെ വിവരിക്കേണ്ടത്, കാരുണ്യത്തിൻ്റെ അളവ്, അതിൻ്റെ തോത്, ഇതൊക്കെ ഇവർ നിർവചിക്കണം. എന്നിട്ട് വേണം അവർ വലിയ വിമർശിക്കാൻ. കാരുണ്യമാണ് അവർ പറയണമെങ്കിൽ ഒരു വസ്തുവിനെയും കൊല്ലാൻ പാടില്ല എന്നുള്ളതാണ് അവർ പറയണനുസരിച്ചുള്ള കാരുണ്യത്തിൻ്റെ തേട്ടം. അതേസമയം അള്ളാഹു മനുഷ്യരോടുള്ള കാരുണ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് ഇതൊക്കെ അനുവദിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ജീവികളുടെ, അള്ള അനുവദിച്ചു വന്ന ജീവികളുടെ മാംസം തിന്നാം, അതിനെ വേട്ടയാടാം, അതിനെ കടലിലുള്ള സമുദ്രത്തിൽ വെള്ളത്തിലുള്ളതാണെങ്കിൽ അതിനെ പിടിച്ച് ആ രീതിയിൽ പിടിക്കാം, വല എറിഞ്ഞിട്ടോ മറ്റോ ഒക്കെ പിടിക്കാം, മാട് ഒട്ടകങ്ങൾ അറുത്ത് തിന്നാം എന്നൊക്കെ അള്ളാഹു മനുഷ്യനോടുള്ള കാരുണ്യത്തിൻ്റെ പേരിലാണ് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല ഈ മൃഗങ്ങളോട് പോലുള്ള കാരുണ്യം എന്ന് പറയുന്നത് എന്താ? എന്തിനാണ് മനുഷ്യൻ മൃഗങ്ങളെ വളർത്തുന്നത്? മൃഗങ്ങളെ വളർത്താൻ വേണ്ടി വളർത്താനുള്ളതാണോ, അതോ അതിൻ്റെ പാല്, അതിൻ്റെ മാംസം ഇതൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയാണോ മനുഷ്യൻ ഇതിനെ വളർത്തുന്നത്? അതും പരിശോധിക്കേണ്ട ഒരു സംഗതിയാണല്ലോ. ഇനി ഈ മാംസം യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യണത്? അതിവിടെ മനുഷ്യർക്ക് തിന്നാൻ കൊടുക്കുക ചെയ്യണത്. അപ്പോൾ ഹജ്ജുമായി ബന്ധപ്പെട്ട് മിനയിൽ അറുക്കുന്ന മാംസങ്ങൾ അവിടെ സൗദി ഗവൺമെൻറ് അതിന് നല്ല സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിത് പറയുന്ന ആളുകൾക്ക് തിരിയാഞ്ഞിട്ടൊന്നുമല്ല. ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള ദരിദ്ര രാഷ്ട്രങ്ങളിലേക്ക് പട്ടിണി കിടക്കുന്ന മനുഷ്യർക്കാണ് സൗദി ഗവൺമെൻറ് അത് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അതിനെയൊക്കെയാണ് ഇവർ അവഹേളിക്കുകയും കൊഞ്ഞനം കുത്തുകയും ഇത് ഗോത്രാചാരമാണ്, കാരുണ്യത്തിന് വിരുദ്ധമാണ് എന്നൊക്കെ പെരുമ്പറ അടിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ കേവലം ദാർഢ്യമോ അല്ലെങ്കിൽ വസ്തുതയെ തമസ്കരിക്കുകയോ ചെയ്യുന്നൊരു സമീപനം എന്നുള്ളതല്ലാതെ ഇതിന് വേറെ ഒരു പേരും കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഈ കാരുണ്യബോധം എന്ന് പറയുന്നത് പോലും യഥാർത്ഥത്തിൽ കാരുണ്യ വികാരത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല അവരത് പറയുന്നതെന്നും അവരുടെ ഒളി അജണ്ടകൾ നടപ്പിൽ വരുത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് അത് എന്നും മാത്രമേ അതിനെ സംബന്ധിച്ച് പറയാനാവുകയുള്ളൂ.